എല്ലാവർക്കും നമസ്കാരം. ഈ മനോഹരമായ സന്ധ്യയിൽ നിങ്ങൾക്കൊപ്പം ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്നതിൽ ഞാൻ ഒത്തിരി ധന്യനാണ്. പ്രത്യേകിച്ച് സ്ത്രീസഖ്യം, സുജീവനം, ആരോഗ്യമുള്ള ക്രൈസ്തവ ജീവിതത്തിലേക്കുള്ള പഠനങ്ങളുടെ ഒരു പരമ്പര സംഘടിപ്പിക്കുന്നത്, അത് കർത്തൃ പ്രാർത്ഥനയെ അടിസ്ഥാനമാക്കി സംഘടിപ്പിക്കുന്നതിന്റെ തുടക്കം മുതൽ, ചിന്തകളുടെ തുടക്കം മുതൽ കൊച്ചമ്മയും ദീപുവച്ചനും എല്ലാവരും എന്നെ കൂടി ഇതിൽ പങ്കാളിയാക്കിയതിലുള്ള സന്തോഷം അറിയിക്കട്ടെ. അഭിമന്യ ബിഷപ്പ് സബുക്ക് ചെറിയാൻ തിരുമേനി, ഒപ്പം ജെസ്സി കൊച്ചമ്മ, സ്നേഹസഖ്യത്തിന്റെ ലീഡർഷിപ്പിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ പ്രിയ മാന്യ വ്യക്തിത്വങ്ങൾ, അതുപോലെ ഈ ഏകദേശം ഇപ്പോൾ 237 പേരോളം ജോയിൻ ചെയ്തിട്ടുണ്ട് വിവിധ മേഖലയിൽ നിന്നും, നമ്മുടെ സഭയിൽ അകത്തു നിന്നും പുറത്തു നിന്നും ഒക്കെ. എല്ലാവരോടും എൻ്റെ സ്നേഹവും ഈ സന്ധ്യ ഏറ്റവും മനോഹരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ജീവനം എന്നുള്ള ആശയം ദയവായിട്ട് ഓഡിയോ മ്യൂട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് മ്യൂട്ട് ചെയ്താൽ അത് വളരെ സഹായമായിരിക്കും എന്ന് ഉറപ്പിക്കുന്നു. കാരണം ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് വന്നാൽ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റാത്തൊരു സാഹചര്യം. താങ്ക് യു. സുജീവനം എന്നൊരു ആശയം ഈ ഒരു കുറച്ച് ദിവസങ്ങളുടെ പഠന പരമ്പര കൊണ്ട് അവസാനിക്കേണ്ട ഒന്നല്ല എന്നാണ് തുടക്കത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സുജീവനം എന്ന് പറയുന്ന സുഖമുള്ള ജീവിതം, സൗഖ്യത്തോടെയുള്ള ജീവിതം എന്ന് പറയുന്ന കൺസെപ്റ്റ്, അത് മനസ്സിന്റെയും ശരീരത്തിന്റെയും കാഴ്ചപ്പാടുകളുടെയും ഒക്കെ സൗഖ്യത്തെ സംബന്ധിക്കുന്ന ചിന്തകൾ ഒരു തുടക്കം മാത്രമായി ഇത് മാറുകയും തുടർന്ന് അങ്ങോട്ട് സഭ മുഴുവൻ ഏറ്റെടുക്കുന്ന തരത്തിൽ ഈ പ്രസ്ഥാനം, ഈ മൂവ്മെന്റ് മാറിത്തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും 5ാമത്തെ ദിവസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ലോർഡ്സ് പ്രേയറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 4 ദിവസങ്ങളിൽ നമ്മൾ വളരെ ഗംഭീരമായിട്ടുള്ള ചിന്തകളാണ് പങ്കിട്ടത്. കർത്താവിന്റെ പ്രാർത്ഥനയ്ക്ക് ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത നമുക്കൊക്കെ അറിയാവുന്ന പോലെ അതിനെ വിഭജിക്കാൻ നമുക്കാവില്ല. അത് ആസ് എ ഹോൾ അതൊരു ഭംഗി അല്ലെങ്കിൽ അതിനൊരു ഡെപ്ത് ഉണ്ട്. ആദ്യ ദിവസത്തിൽ ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി, എൻ്റെ സുഹൃത്തും ഗുരുതുല്യനുമായ ജേക്കബ് വടക്കഞ്ചേരി സാറ്, അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒപ്പം ജനാരോഗ്യ പ്രസ്ഥാനത്തിൽ കുറെ നാളുകൾ ഞാനും സഹയാത്രികനായിരുന്നു. പിന്നെ വിദ്യാലയത്തിന് തിരക്കുകൾ വന്നപ്പോഴാണ് ഇപ്പോൾ അടുത്ത പരിപാടികൾക്കും പ്രോഗ്രാമുകൾക്കും പങ്കെടുക്കാൻ കഴിയുക. ജേക്കബ് വടക്കഞ്ചേരി സാറ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ജീവനുള്ള ഭക്ഷണമാണ് ആരോഗ്യം എന്നാണ് പറഞ്ഞത്. ഞാനിത് ഓർമ്മിപ്പിക്കുന്നത്, നമ്മളൊരു തുടർച്ച പരമ്പരയുടെ ഒരു കണ്ണികളായിട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മുൻപ് ചിന്തിച്ച കാര്യങ്ങളൊന്ന് പറയുന്നത് എൻ്റെ സംസാരത്തിനും ഒരല്പം ഭംഗി കൂട്ടും എന്നതുകൊണ്ടാണ്. ജീവനുള്ള ഭക്ഷണമാണ് ആരോഗ്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ സിമ്പിൾ ആയിട്ട് അദ്ദേഹം പറയാം, ജീവനുള്ള ഭക്ഷണം എങ്ങനെയാണ് നമ്മളെ ആരോഗ്യവാന്മാരാക്കുന്നത്. അത് മനസ്സിന്റെ ആരോഗ്യമായാലും ശരീരത്തിന്റെ ആരോഗ്യം. വിജി വർഗീസ് ഈപ്പനച്ചൻ, എൻ്റെ സുഹൃത്തും ആത്മമിത്രവുമായ വിജയച്ചൻ പറഞ്ഞത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നീതിപൂർവം സന്തുലിതമായ ഒരു കാഴ്ചപ്പാടോടുകൂടി എങ്ങനെ ഈ ബഹുതല സമൂഹത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വിളിക്കാം എന്നുള്ള ചിന്തകൾ. ജോസഫ് സുമേലച്ചൻ, എൻ്റെ സഹപാഠിയും ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്ന പ്രിയപ്പെട്ട സുഹൃത്തായ ജോസഫ് സുമേലച്ചന്റെ ചിന്തകൾ വളരെ ഗാംഭീര്യമുള്ളതായിരുന്നു. ദൈവത്തിന്റെ വിശുദ്ധി നിലനിർത്താൻ സുസ്ഥിരമായ ഒരു ജീവിതം എങ്ങനെയാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കാൻ ശ്രമിച്ചത്. ഇന്നലെ എന്നെ സോഷ്യൽ സയൻസ് B.Ed ക്ലാസ്സിൽ പഠിപ്പിച്ച എൻ്റെ ഗുരുതുല്യനായ അശോക് സാറ്, നിന്റെ രാജ്യം വരേണമേ എന്ന അപേക്ഷ ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കാൻ സഭ നിയോഗിച്ചതാണ് എന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ 4 ദിവസങ്ങളിൽ ഞാൻ ഈ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ വളരെ സാധാരണപ്പെട്ട ചില കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. അസാധാരണമാവണ്ണം ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. സന്ധ്യയിൽ വളരെ ചുരുക്ക സമയം കൊണ്ട് സാധാരണ ചില കാര്യങ്ങൾ, സിമ്പിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ, എൻ്റെ വായനയും എൻ്റെ അനുഭവങ്ങളും എൻ്റെ ജീവിതവും എൻ്റെ സൗഹൃദങ്ങളും ഒക്കെ പഠിപ്പിച്ചത് സുജീവനം എന്ന കൺസെപ്റ്റുമായി ബന്ധപ്പെടുത്തി പറയാൻ ആഗ്രഹിക്കും. അശോക് സാർ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ച നിന്റെ രാജ്യം വരയണമേ എന്ന അപേക്ഷയുടെ തുടർച്ചയായിട്ടാണ് അവിടുത്തെ ഇഷ്ടം
സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന പ്രാർത്ഥന ക്രിസ്തു ശിഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇത് രണ്ടും പരസ്പര പൂരകമാണ്. നിന്റെ രാജ്യം വരയണമേ എന്ന് പറഞ്ഞ് നിർത്തുകയല്ല, അതിന്റെ തുടർച്ച എന്നവണ്ണം പറയുകയാണ് പിതാവായ ദൈവത്തിന്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് ചേർത്ത് പറയുക. ഇതൊരു പ്രത്യേക ശൈലിയാണ്. ഒരു കാര്യത്തെ ഉറപ്പിക്കാൻ വേണ്ടി മറ്റൊന്നുകൂടി ചേർത്ത് ക്രിസ്തു പലയിടത്തും ഈ ശൈലി പ്രയോഗിച്ചിട്ടുണ്ട്. നിന്റെ രാജ്യം വരയണമേ എന്ന് പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അതിന് തുടർച്ചയായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചേർത്ത് വെച്ച് ദൈവരാജ്യ സങ്കല്പത്തെ, കൺസെപ്റ്റിനെ ക്രിസ്തു ഉറപ്പിക്കുകയാണ്. അവിടുത്തെ ഹിതം, ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. എന്നോടിന്ന് സംസാരിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഗോഡ്സ് ഡിസയർ, ദൈവത്തിന്റെ ഇഷ്ടം, ഹിതം, ആൻഡ് മൈ ഫ്യൂച്ചർ, എന്റെ. ശരിക്കും ഞാൻ എന്റെ എന്ന് തന്നെ ഇവിടെ ഉപയോഗിക്കുന്നു, നമ്മുടെ നല്ല ഉപയോഗിക്കുന്നു. കാരണം ഈ പഠനങ്ങളും ഈ ചിന്തകളും നിങ്ങളോട് സംസാരിക്കാനുള്ള എൻ്റെ അന്വേഷണങ്ങളും ഒക്കെ എന്നെ തന്നെ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മൈ ഫ്യൂച്ചർ, എൻ്റെ ഭാവി, ദൈവത്തിന്റെ ഹിതം എൻ്റെ ഭാവി എന്ന വിഷയത്തെ പറ്റിയാണ് വളരെ സിമ്പിളായ ചില കാര്യങ്ങൾ നമ്മൾ ഇന്ന് സംവദിക്കാൻ പോകും. കർത്താവിന്റെ പ്രാർത്ഥനയിലെ ഓരോ അപേക്ഷകളും ആഴത്തിൽ പഠിക്കുമ്പോൾ 4 ദിവസങ്ങൾ കൊണ്ട് വ്യക്തിപരമായി നമ്മൾ ശരിക്കും ഒരു ട്രാപ്പിൽ പെട്ടുണ്ടാവും. ശരിക്കും പെട്ടു. ഈ സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയത്തില്ലേ, നമ്മൾ പെട്ടു എന്ന് പറയത്തില്ല. അങ്ങനെ ശരിക്കും ഒരു ട്രാപ്പിൽ പെട്ടിട്ടുണ്ട്. ട്രാപ്പ് എന്ന് പറയുന്നത് കുഴപ്പം എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. കാരണം വലിയൊരു ടേണിംഗ് പോയിന്റിലാണ്. നമ്മളിൽ പലർക്കും അതേ ചിന്തയുണ്ട്. ഇതുവരെ നമ്മൾ കാഷ്വലായി ഉരുവിട്ടുകൊണ്ടിരുന്ന കർത്താവിന്റെ പ്രാർത്ഥനയുടെ ആഴമേറിയ ചിന്തകളെ പങ്കിടുമ്പോൾ നമ്മളൊരു വഴിത്തിരിവിലാണ്. മെച്ചപ്പെട്ട മനുഷ്യനാകാനുള്ള ശ്രമം നമ്മിൽ നിന്നുണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ്. ഈ പ്രാർത്ഥനയിൽ നമുക്കൊരിക്കലും തനിച്ച് നിന്ന് വെറുതെ ഉരുവിടാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. എൻ്റെ എന്ന് ആവർത്തിച്ച് പറഞ്ഞുറപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥന ഇനി ഉരുവിടാൻ കഴിയും. കാരണം ഇതൊരു പ്രാർത്ഥനയല്ല, മറിച്ച് ദൈവഹിതത്തിൽ ഊന്നിയ ഒരു ജീവിതം തന്നെ നമ്മുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ഈ പ്രാർത്ഥന നമ്മോട് തന്നെ ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഈ 4 ദിവസങ്ങളായിട്ട് അത്തരം ചില ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കുന്നത് ഈ പ്രാർത്ഥനയുടെ ഓരോ അപേക്ഷയിൽ. ഇതൊരു ചെക്ക് ലിസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചെക്ക് ലിസ്റ്റ് എന്താണ്? ചെക്ക് ലിസ്റ്റ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ വേണ്ടി ടിക്ക് ചെയ്ത്, ശരിയോ തെറ്റോ എന്ന് ടിക്ക് ചെയ്ത് അവസാനം മാർക്ക് എത്ര ശരി എത്ര തെറ്റ് എന്ന് കണക്ക് കൂടിയെടുക്കുന്ന ഒരു ചെക്ക് ലിസ്റ്റ് ഫോർമാറ്റ് ഉണ്ടല്ലോ. സ്വയം തിരുത്താൻ, സ്വയം ഭേദപ്പെടാൻ, സൗഖ്യം നേടാൻ ഒക്കെ വേണ്ടിയിട്ടുള്ള ക്രിസ്തു നമുക്ക് നൽകുന്ന ചെക്ക് ലിസ്റ്റ് ആണ് ഈ കർത്താവിന്റെ പ്രാർത്ഥന, ശിഷ്യർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഈ പ്രാർത്ഥന. സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പല കാരണങ്ങൾക്ക് വേണ്ടിയാണ്. പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോ കാരണങ്ങളുണ്ട് എന്നൊരു പരസ്യം പോലും. പല കാരണങ്ങൾക്ക് വേണ്ടി. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മൾ അതിന്റെ ഒരു കൃത്യമായ ഒരു സ്ട്രക്ചറാണ് ഉപയോഗിക്കുന്നത്. രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, സഹജീവികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പ്രകൃതിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, മഴയ്ക്ക് വേണ്ടി, വെയിലിന് വേണ്ടി, മഞ്ഞിന് വേണ്ടി. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. രോഗസൗഖ്യത്തിന് ഒരു ചെറിയ രോഗസൗഖ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അല്ലെ? പക്ഷേ പ്രാർത്ഥനയിലൂടെ അല്ല സൗഖ്യം. മനസ്സിനും ശരീരത്തിനും കാഴ്ചപ്പാടുകൾക്കും സമീപനങ്ങൾക്കും സൗഖ്യം അഥവാ ഭേദമുണ്ടാകുന്നത് വെറുതെ പ്രാർത്ഥിക്കുന്നതിലൂടെ മാത്രമല്ല എന്ന് കർത്താവ് ഈ പ്രാർത്ഥനയെ നമ്മുടെ മുമ്പിലേക്ക് വെച്ചിട്ട് നമ്മളെ വെല്ലുവിളിക്കുകയാണ്. കർത്താവിന്റെ പ്രാർത്ഥന ജീവിതമാക്കുമ്പോഴാണ് നമ്മുടെ പരുക്കുകളെ ഭേദമാക്കാൻ കഴിയുന്നത്, ഭേദമാക്കപ്പെടുന്നത്. നമ്മുടെ പരുക്കുകളെ, നമ്മുടെ മുറിവുകളെ, നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും അസുഖങ്ങളെ, സൗഖ്യമില്ലാത്ത അവസ്ഥയെ ഭേദമാക്കാൻ ആഴമറിഞ്ഞ് ഈ പ്രാർത്ഥനയിൽ മനസ്സർപ്പിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, അതൊരിക്കലും ഒരു കൽപ്പനമാകരുത് എന്ന് മുന്നറിയിപ്പ് മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ ക്രിസ്തു പറയുന്നുണ്ട്. നമുക്ക് പരിചിതമായ ഭാഗം
എങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കരുത് എന്ന് പറയുകയാണ് ആദ്യം. കപടഭക്തിക്കാരെ പോലെ ആകരുത്. നിങ്ങളുടെ പ്രാർത്ഥന വെറും ജൽപ്പനമാകരുത്. നിങ്ങളുടെ പ്രാർത്ഥന ഒരു പ്രകടനപരതയായി മാറരുത്, പ്രകടനമായി മാറരുത്, അഭിനയമായി മാറരുത്, അതിഭാഷണമരുത്. ഇത്രയൊക്കെ വിശദമായി പറഞ്ഞിട്ട്, അരുതുകളെ പറ്റി പറഞ്ഞിട്ട്, ഇങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ടതെന്നല്ല ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞ് പ്രാർത്ഥന തന്നെ സൗഖ്യത്തിന്, ആ പ്രാർത്ഥന തന്നെ സൗഖ്യത്തിന് കാരണമാണ്. ജീവിതത്തിൽ മെച്ചപ്പെട്ട മനുഷ്യനാകാനുള്ള ശ്രമങ്ങൾക്ക് ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ഉതകും എന്ന് ശിഷ്യരോട് പറയുകയാണ്. സ്വയം ഭേദപ്പെടാനുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ആണ് ഇത് എന്ന് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞത് അതുകൊണ്ടാണ്. ഡച്ച് മോട്ടിവേഷണൽ സ്പീക്കർ ആയിട്ടുള്ള അലക്സാണ്ടർ ഡൻ ഹെയ്ജർ എന്ന് പറയുന്ന എഴുത്തുകാരനും പ്രഭാഷകനും ഒക്കെയാണ് അദ്ദേഹം. ഡച്ചുകാരനാണ്. അദ്ദേഹത്തിന്റെ ഒരു കോട്ട് ഞാൻ പലയിടത്തും ഉപയോഗിക്കാറുണ്ട്, കുട്ടികളുടെ അടുക്ക് സംസാരിക്കുമ്പോഴും പലരോടും സംസാരിക്കുമ്പോഴും. വെൻ എ ഫ്ലവർ ഡസൻ ബ്ലൂം, ഒരു പൂവ് വിരിയുന്നില്ല എങ്കിൽ, യു ഫിക്സ് ദ എൻവയോൺമെന്റ് ഇൻ വിച്ച് ഇറ്റ് ഗ്രൂ, അത് വളരുന്ന പരിസരത്തെ നിങ്ങൾ ഫിക്സ് ചെയ്യും, നോട്ട് ദ ഫ്ലവർ, ആ പൂവിനെ അല്ല. ഒരു പൂച്ചെടിയിൽ ഒരു പൂ വിരിയുന്നില്ലെങ്കിൽ ആ ചെടിയെയോ പൂവിനെയോ നിങ്ങൾ എന്താണ് പരിചരിക്കേണ്ട, അതിന് വളരാനുള്ള സാഹചര്യം ഒരുക്കുന്ന ആ പരിസരത്തെ, ആ ചുറ്റുപാടിനെ നിങ്ങൾ, അതിന്റെ പരിക്കുകളും അതിന്റെ ആവശ്യങ്ങളും നിങ്ങൾ നിറവേറ്റിയാൽ പൂ വിരിഞ്ഞുകൊള്ളും എന്നാണ് ഡച്ച് മോട്ടിവേറ്റർ സ്പീക്കറായ അലക്സാണ്ടർ ഡൻ ഹെയ്ജർ പരാമർശിക്കുന്നത്. നമ്മുടെ സമൂഹത്തിന്റെ പരിക്കുകളെ ഭേദമാക്കാൻ നമ്മുടെ പരിസരങ്ങളെ തന്നെയാണ് റീഫിക്സ് ചെയ്യേണ്ടത്. സുജീവനം അതിനുള്ള ശ്രമമാണ്. നമ്മുടെ പരിസരങ്ങളെ റീഫിക്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് സുജീവനത്തിലൂടെ ശ്രീസത്യം ഏറ്റെടുക്കുക. സുവിശേഷത്തിൽ ഉടനീളം ക്രിസ്തു പിതാവായ ദൈവത്തോടുള്ള ബന്ധത്തിൽ തന്റെ സ്വയം ബോധ്യങ്ങൾക്കനുസരിച്ച് സാധാരണപ്പെട്ടവരുടെ ജീവിതങ്ങളെയും അവരുടെ ജീവിത പരിസരങ്ങളെയും ഇങ്ങനെ പുനർനിർമ്മിക്കുന്നുണ്ട്. റീസ്ട്രക്ചറിങ് ദ സ്പിരിച്വൽ ലൈഫ് ഓഫ് ദ കോമൺ പീപ്പിൾ. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലാണ് ഇവിടെ ഈ പ്രാർത്ഥനയുടെ ഈ ഭാഗം വരുന്നത്. അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം? വളരെ പെട്ടെന്ന്, വളരെ സിമ്പിൾ ആയിട്ടുള്ള എൻ്റെ സാധാരണ മനസ്സിൽ തോന്നിയ ചിന്തകൾ നിങ്ങളോട് പങ്കിട്ട് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം, അല്ലെങ്കിൽ ദൈവഹിതം? നമ്മൾ പരക്കെ പ്രയോഗിക്കുന്ന ഒരു പദമാണ്. പക്ഷെ ഞാൻ ആ വാക്കിനെ ഒന്ന് മാറ്റാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ സ്വപ്നം, ഗോഡ്സ് ഡ്രീം. സ്വപ്നം എന്ന് പറയുമ്പോൾ നടക്കാത്തതോ, നടക്കാൻ പാടില്ലാത്തതോ, നടക്കാൻ സാധ്യതയില്ലാത്തതോ എന്ന അർത്ഥത്തിലല്ല. ദൈവം മനുഷ്യനെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നർത്ഥത്തിലാണ്. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 21, 22, 23 വാക്യങ്ങൾ നമുക്ക് പരിചിതമായ ചില വചനങ്ങളുണ്ട്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഹിതം ചെയ്യുന്നവൻ, അവനാണ് സ്വർഗത്തിന് അർഹമായി തീരുന്നത്. അവരാണ് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത്. കർത്താവേ കർത്താവേ എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്നവർ ആരുമല്ല, ദൈവത്തിന്റെ ഹിതം അറിഞ്ഞത് നിറവേറ്റുന്നവർ. സുജീവനത്തിന്റെ ചിന്തകൾ, ദൈവത്തിന്റെ ഹിതം എന്താണ്, ദൈവം ഭൂമിയിൽ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന ചിന്തകളിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സുവിശേഷത്തിലുടനീളം ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ ഹിതത്തിന് സമർപ്പിക്കപ്പെട്ടിരുന്നു. ഗത്സമനയിൽ ആ സമർപ്പണത്തിന്റെ പൂർത്തീകരണവും ഗത്സമനയിലെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാം. ദൈവഹിതം അന്വേഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആത്മാവിന്റെ വഴി തുറന്നു വരും. പ്രിയമുള്ളവർ, അത് തന്നെയാണ് ദൈവഹിതം. ആത്മാവിന്റെ വഴി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 25, 26 വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ലേഖനകർത്താവ് ആത്മാവിനാൽ ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ആത്മാവിനാൽ ജീവിക്കുന്നുവെങ്കിൽ
ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ദൈവഹിതം നമ്മുടെ അന്തരംഗത്തിന്റെ സൂചനകൾ തന്നെയാണെന്ന് പറഞ്ഞു വെക്കുകയാണ്. ആത്മാവിന്റെ സൂചനകൾ തന്നെയാണ് ദൈവഹിതം. അപ്പൊ ചോദിക്കാം, നമുക്ക് ചിലപ്പോഴൊക്കെ പിഴച്ചു പോകാറില്ലേ? അതിന്റെ മറുപടി പിന്നീട് പറഞ്ഞു വരുമ്പോൾ എൻ്റെ ഭാഷണത്തിൽ ഉണ്ടാവും. പ്രിയമുള്ളവരെ, ആത്മാവിന്റെ ചിന്തകളെ, ആത്മാവിന്റെ സൂചനകളെ, ദൈവാത്മാവിന്റെ സൂചനകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് നടക്കുക എന്നത് തന്നെയാണ് ദൈവത്തിന്റെ ഹിതമായ വഴി. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 22-21 വാക്യങ്ങൾ എന്നെ എപ്പോഴും ആകർഷിക്കുന്ന ഒരു വാക്യമുണ്ട്. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശമായിരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് അത് കൊണ്ട് നിർത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെപ്പറ്റി പറഞ്ഞാണ്. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ആ ഇരുട്ട് എത്ര വലിയത്. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ, ശരീരത്തിന്റെ വിളക്ക് കണ്ണാണ്, കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം കെട്ടുപോയാൽ ആ ഇരുട്ട് അതിഭയാനകമാണ് എന്നാണ് പറഞ്ഞത്. ഉള്ളിലെ വെളിച്ചം അണഞ്ഞു പോകരുതെന്നാണ് ആദ്യമായിട്ട് ഞാൻ പറയുന്നത്. സുജീവനം അങ്ങനെ ഉള്ളിലെ ആ നെരിപ്പോടിനെ ഊതിക്കത്തിക്കാനുള്ള ഒരു ശ്രമമാണ്. ഇനിയുള്ള നമ്മുടെ ജീവിതത്തിന്, ഇനിയുള്ള നമ്മുടെ വിശ്വാസത്തിന്, ഇനിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾക്ക്, ഇനിയുള്ള നമ്മുടെ ആരാധനകൾക്ക്, ഇനിയുള്ള നമ്മുടെ ബന്ധങ്ങൾക്ക് അല്പം കൂടി ഊഷ്മളത വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ ഉള്ളിലെ വിളക്കിനെ ഊതിക്കത്തിക്കാനുള്ള ശ്രമമാണ് സുജീവനം. വാൻ ഗോഗ് എന്ന ചിത്രകാരനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരന്റെ പേരായിരുന്നു തിയോ. തിയോ വളരെ പ്രിയപ്പെട്ട സഹോദരനാണ് വാൻ ഗോഗിന്. വാൻ ഗോഗ് തിയോ എന്ന തന്റെ സഹോദരനെ ചിത്രകലയിലേക്ക് വരാനും ഇവന്റെ കഴിവുകൾ, വാൻ ഗോഗിന്റെ കഴിവുകൾ കണ്ടെത്താനും ഒക്കെ സഹായിച്ചത് തിയോ ആയിരുന്നു. അതുകൊണ്ട് തിയോയ്ക്ക് എഴുതിയ കത്തുകൾ എന്ന് പറയുന്ന ഒരു സീരീസ് ഓഫ് ലെറ്റേഴ്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ വാൻ ഗോഗ് എഴുതുന്ന ഒരു കത്തിൽ ഇങ്ങനെ ഒരു വലിയ ആമുഖത്തിൽ എഴുതുന്നുണ്ട്: പ്രിയ തിയോ, ഉള്ളിലെ ആ ജ്വാല അണയാൻ ഒരിക്കലും അനുവദിക്കരുത്. പ്രിയ തിയോ, ഉള്ളിലെ ആ ജ്വാല അണയാൻ ഒരിക്കലും അനുവദിക്കരുത്. സ്വയം ദരിദ്രനാകാൻ നിശ്ചയിച്ച ഒരാൾക്ക് സ്വന്തം മനസാക്ഷിയുടെ സ്വരം കുറെ കൂടി ഭംഗിയായി കേൾക്കാൻ കഴിയും. എത്ര മനോഹരമാണ് വാൻ ഗോഗ് എഴുതിയിരിക്കുന്നത്. സ്വന്തം മനസാക്ഷിയുടെ സ്വരം കുറെ കൂടി ഭംഗിയായി കേൾക്കാനാവുന്ന എന്തുകൊണ്ടാണ്? സ്വയം ദരിദ്രനാകാൻ നിശ്ചയിച്ച ഒരാൾക്ക് സ്വന്തം മനസാക്ഷിയുടെ സ്വരം കുറെ കൂടി ഭംഗിയായി കേൾക്കാൻ കഴിയും. ക്രിസ്തു സ്വന്തം മനസാക്ഷിയുടെ സ്വരം അത് ദൈവഹിതത്തിനോട് പൂരണമായിരിക്കുന്നു മനസ്സിലാക്കിയ ഗുരുവായിരുന്നു. സ്വയം ദരിദ്രനാകാൻ നിശ്ചയിച്ച ഗുരുവായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം മനസാക്ഷിയുടെ സ്വരം എപ്പോഴും ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കുന്നത്. ആത്മാവിന്റെ വഴി, ആത്മാവിന്റെ സൂചനകളാണ് ദൈവഹിതം എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഇതാണ് ക്ലാസിക് സ്പിരിച്വാലിറ്റി എന്ന് പറയപ്പെടുന്നത്. ക്ലാസിക് സ്പിരിച്വാലിറ്റി, ഉദാത്തമായ ആത്മീയത. സ്വന്തം മനസാക്ഷിയുടെ അനുരണങ്ങൾക്ക് വിധേയപ്പെടുക, സ്വന്തം മനസാക്ഷിയുടെ ശരികൾക്ക് വിധേയപ്പെടുക. ക്രിസ്തു സുവിശേഷത്തിൽ പറയുന്നുണ്ട്, വാതിലുകൾ അടച്ചിട്ട് തഴുതിട്ട് പ്രാർത്ഥിക്കാൻ. സത്യത്തിൽ അത് അകത്തെ വെളിച്ചത്തെക്കുറിച്ച് ശ്രദ്ധിക്കാനും ചിന്തിക്കാനുമാണ് പറയുന്നത്. നമ്മുടെ അകത്തെ വെളിച്ചത്തെക്കുറിച്ച് ചിന്തിക്കാനാ പറയുന്നത്. പ്രിയമുള്ളവരെ, തുടക്കത്തിൽ ഞാൻ പറയുന്നത് ഒറ്റക്കാര്യം മാത്രമാണ്. ദൈവഹിതം എന്ന് പറയുന്നത് സ്വന്തം മനസാക്ഷിയുടെ സൂചനകൾക്ക് ആത്മാവിന്റെ വഴിയിൽ നടക്കുക എന്നുള്ളത് തന്നെയാണ്. ജോർജ് ബെർണാഡ് ഷാ എന്ന എഴുത്തുകാരൻ, നാടകൃത്തുമൊക്കെ, അദ്ദേഹം വളരെ രസകരമായിട്ടൊരു കാര്യം ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. എന്റെ ഉള്ളിൽ 2 നായ്ക്കളുണ്ട്. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ചിലരെങ്കിലും. അതിലൊന്ന് തിന്മയുടെ നായാണ്, മറ്റൊന്ന് 2 പട്ടികൾ. നായ എന്ന് പറഞ്ഞപ്പോൾ അതാണ് ഉദ്ദേശിച്ചത്, 2 പട്ടികൾ. തിന്മയുടെ നായ ഒന്ന്, മറ്റൊന്ന് നന്മയുടെ നായ. ഇവർ തമ്മിൽ എപ്പോഴും സദാ കടിപിടിയാണ്. അപ്പോൾ അടുത്ത് നിന്ന് സുഹൃത്ത് ചോദിക്കുന്നുണ്ട്, ആരാണ് ജയിക്കുന്നത്, ആരാണ് ജയിക്കാറുള്ളത്? ബെർണാഡ് ഷായുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ഞാൻ ഏത് നായ്ക്കാണോ കൂടുതൽ ഭക്ഷണം നൽകി തീറ്റിപ്പോറ്റുന്നത്, ആ നായാണ് എപ്പോഴും വിജയിക്കുക.
പ്രിയമുള്ളവരെ, സുജീവനം പറയാൻ ശ്രമിക്കുന്നത് നമ്മൾ ആഹരിക്കുന്നത് തന്നെയാണ് നാം എന്ന. നമ്മൾ ആഹരിക്കുന്നത് തന്നെയാണ് നാം. എന്താണ് ആഹരിക്കുക എന്ന വാക്കിന്റെ അർത്ഥം? ഭക്ഷണം ഉള്ളിലേക്ക് എടുക്കുന്നത്. ഭക്ഷണം മാത്രമല്ല, ഭക്ഷണവും പ്രധാനമാണ്. ഒപ്പം ഉള്ളിലേക്ക് എടുക്കുന്നത് എന്തും, നമ്മുടെ കാഴ്ചകൾ, നമ്മുടെ കേൾവി, നമ്മുടെ സ്പർശനം, അറിവ്, ചിന്തകൾ, നമ്മുടെ ശ്വാസം, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിയമുള്ളവരെ. സുജീവനം എന്ന കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് നാം. എന്താണോ ഉള്ളിലേക്ക് എടുക്കുന്നത് അത് തന്നെയാണ് പുറത്തേക്ക് പ്രതിഫലിക്കപ്പെടുന്നത്. നടൻ ശ്രീനിവാസൻ വളരെ രസകരമായി സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു ചിന്ത പറഞ്ഞു. നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നതൊന്നും, ആഹാരത്തെ പറ്റി പറഞ്ഞപ്പോഴാണ്, നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നതൊന്നും പരിശോധിച്ച് ബോധ്യം വന്നിട്ട് അല്ല നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത്. പക്ഷേ മലയാളികൾ ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്ന വിസർജ്യം, അത് പരിശോധിക്കാനായിട്ട് നമ്മൾ ഇന്നും രാവിലെ എത്രമാത്രം ആൾക്കാരാണ് ലാബുകൾക്ക് മുമ്പിൽ തടിച്ചുകൂടുന്നത്. രസകരമായിട്ടാണ് ശ്രീനിവാസൻ അവതരിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഉള്ളിലേക്ക് എടുക്കുന്നത് അതെന്തായാലും അത് വിശുദ്ധമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അന്തരംഗവും വിശുദ്ധമായിരിക്കും എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ സ്വാംശീകരിക്കുന്ന ചിന്തകൾ ദൈവഹിതത്തിൽ നിരക്കുന്നതെങ്കിൽ അന്തരംഗത്തിന്റെ വഴി നേരുള്ളത് തന്നെയായിരിക്കും. സുവിശേഷത്തിൽ ഒരിടത്ത് ക്രിസ്തുവിനെ നല്ല ഗുരു എന്ന് വിളിക്കുന്നത് നാം വായിച്ചിട്ടുണ്ട്. നല്ല ഗുരു എന്ന് ബഹുമാനത്തോടെ ആദരവോടെ വിളിക്കുമ്പോൾ ക്രിസ്തുവിന്റെ മറുപടി നന്മയുള്ളവൻ ഒരാൾ മാത്രം. എന്നിട്ട് ഉയരത്തിലേക്ക് മിഴികൾ ഉയർത്തും. പിതാവായ ദൈവത്തിന്റെ വിശുദ്ധിയെയും പൂർണ്ണതയെയും സൂചിപ്പിച്ചുകൊണ്ടാണ് ക്രിസ്തു എല്ലാം അവിടെ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, നന്മ അല്ലെങ്കിൽ പൂർണ്ണത, വിശുദ്ധിയൊക്കെ അവനുള്ളത്, അവിടത്തേക്കുള്ളത് എന്ന അർത്ഥത്തിലാണ് ആകാശത്തിലേക്ക് മിഴി ഉയർത്തുന്നത്. പക്ഷേ ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് വെളിപാട് പോലെ തോന്നിയ ഒരു കാര്യമുണ്ട് പ്രിയമുള്ളവരെ. ആകാശത്തിനൊരു അനന്തമായ സാധ്യതയുണ്ട്, ആകാശത്തിനൊരു വിശാലതയുണ്ട്, ആകാശത്തിനൊരു സ്വാതന്ത്ര്യമുണ്ട്. ആകാശത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് നമുക്ക് വിരൽ കൊണ്ട് പോയിന്റ് ചെയ്യാൻ, തൊട്ട് ഇതാണ് ശരിക്കും ആകാശം എന്ന് കാണിക്കാൻ നമുക്ക് പറ്റും. ക്രിസ്തു നന്മയുള്ളവൻ ഒരാൾ മാത്രം എന്ന് പറഞ്ഞ ആകാശത്തിലേക്ക് മിഴി ഉയർത്തുന്നത് നന്മയുള്ളവർ ആരുമാകാം എന്നുള്ള ആശയം കൂടിയാണ്, എന്ന സൂചന കൂടിയാണ്. നന്മയുള്ളവർ ആരുമാകാം. മെച്ചപ്പെട്ട മനുഷ്യർ അത് ഞാനും നീയും അവളും അവനുമാകാം എന്നുകൂടിയാണ് ആ മിഴിയുയർത്തലിന്റെ പിന്നിലെ സൂചന. പ്രിയപ്പെട്ടവരെ, അല്പം കൂടി ഭേദപ്പെട്ട മനുഷ്യരാകാൻ കഴിയുമോ എന്നാണ് സുജീവനം ചോദിക്കുന്നത്. അല്പം കൂടി കുലീനമായി ജീവിക്കാൻ കഴിയുമോ എന്നാണ് സുജീവനം ചോദിക്കുന്നത്. വളരെ സിമ്പിൾ. ചില സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ ജാവ സിമ്പിൾ ആണ് എന്ന് പറയുന്ന പോലെ അല്പം കൂടി ഭേദപ്പെട്ട മനുഷ്യരാകാൻ കഴിയുമോ? അല്പം കൂടി കുലീനമായി മാന്യമായി ജീവിക്കാൻ കഴിയും. ക്രിസ്തു കടൽ തീരത്ത് ഉയർപ്പിന്റെ ഒരു പുലരിയിൽ കടലിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന ശിഷ്യർ കരയിലേക്ക് കയറി വരുമ്പോൾ അവരുടെ കയ്യിലുള്ള മീൻ കണ്ടിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, ഇതുവരെ നീ പിടിച്ചൊന്നും വേണ്ട, അതൊക്കെ നിങ്ങളുടെ കയ്യിരിക്കട്ടെ, എന്തെങ്കിലും പുതുതായിട്ട് ഇപ്പോൾ പിടിച്ചത് വല്ലതും കയ്യിലുണ്ടോ എന്ന് ചോദിക്കും. ഫ്രഷ്നെസ് ഓഫ് ലൈഫ്. പ്രിയമുള്ളവരെ, സുജീവനം എന്ന ഈ ചിന്തകളുടെ തുടർച്ച എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അല്പം കൂടി ഭേദപ്പെട്ടതാകപ്പെടുന്നു, അല്പം കൂടി ഫ്രഷായി മാറുന്നു, അല്പം കൂടി പുതുമയുള്ളതായി മാറുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഹിതവും അത് തന്നെയാണ്. ദൈവഹിതം അതാണ്, ഫ്രഷ്നെസ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ പുതുമ, ജീവിതത്തിന്റെ പുതുക്കം. മറ്റൊന്ന് ക്രിസ്തുവിന്റെ സുഗന്ധം, ഫ്രാഗ്രൻസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ സുഗന്ധം വഹിക്കുന്നവരാകാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. അല്പം കൂടി മെച്ചപ്പെട്ട മനുഷ്യരാകാൻ പറഞ്ഞാൽ നടപ്പിലും ഇരിപ്പിലും ചിന്തയിലും പുഞ്ചിരിയിലും നോട്ടത്തിലും ഭാഷണത്തിലും എഴുത്തിലും ഒക്കെ ക്രിസ്തുവിന്റെ ഗന്ധം പകരുന്നവരാണോ എന്നുള്ളതാണ്. അതാണ് ദൈവത്തിന്റെ സ്വപ്നം. ഭൂമിയിൽ സ്വർഗം വിടരുന്നത് അങ്ങനെയാണ്.
ദൈവത്തിന്റെ ഇഷ്ടം ഭൂമിയിലും സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകുന്നത് അങ്ങനെയാണ്. അല്പം കൂടി ഭേദപ്പെട്ട മനുഷ്യരാകാൻ എന്റെ ചിന്തകളിൽ ഉയർന്ന പ്രായോഗികമായ ചില സൂചനകൾ കൂടി പറഞ്ഞ് ഞാൻ വേഗം അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. അല്പം കൂടി ഭേദപ്പെട്ട മനുഷ്യരാകാൻ ചില പ്രായോഗികമായ ചിന്തകൾ. ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും അനുഭവിക്കുന്ന ഒരു ദുരന്തമാണ് ആർത്തി എന്ന് പറയുന്നത്. പുതിയ ലോകക്രമത്തില് ആർത്തി ഈ ലോകത്തിനുണ്ടാക്കിയ പരുക്കുകൾ വല്ലാതെ വലുതായിട്ട്. ആർത്തി ഒരു മഹാദുരന്തമായി മാറി. എന്തിലും ആർത്തി കാണിക്കുന്ന ഒരു സമൂഹം ലോകത്തെ വല്ലാതെ പരിക്കേൽപ്പിച്ചുകൊണ്ട് തകർത്ത് കളഞ്ഞു. നമ്മൾ ഇങ്ങനെ ആർത്തിയോടെ വാങ്ങിക്കൂട്ടുന്നതൊക്കെ നാം ശരിക്കും ഉപയോഗിച്ച് മതിയാകാറുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ്. ഒറ്റത്തവണ ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ തവണ ചുറ്റിയതിന് ശേഷം ഉടുത്തതിന് ശേഷം പിന്നെ അലമാരിയിൽ മറന്നു വെച്ചുപോയ എത്രയോ കുപ്പായങ്ങളും സാരികളും നമ്മുടെ വീട്ടിലുണ്ടാവും. ആർത്തിയോടെ വാങ്ങിയിട്ട് പിന്നെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ട എന്തൊക്കെ വസ്തുക്കൾ നമ്മുടെ കയ്യിൽ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. സുജീവനത്തെ പറ്റി ചിന്തിക്കുമ്പോൾ, അല്പം കൂടി മെച്ചപ്പെട്ട ജീവിതത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത് ഈ ഒരു കാര്യമാണ്. സുജീവനത്തിന്റെ പ്രധാന ലക്ഷ്യം പ്രത്യേകിച്ച് വീടുകളിൽ, നമ്മുടെ വീടുകളിൽ ഉണ്ടാവേണ്ട ഒരു മാറ്റം ഇവിടെയാണെന്ന് തോന്നുന്നു. നമുക്ക് ആർത്തിക്കൊരു ബദൽ കാട്ടിക്കൊടുക്കാൻ പറ്റും. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ പുതിയ തലമുറ, സഭയ്ക്ക് ആർത്തിക്കൊരു ബദൽ കാട്ടിക്കൊടുക്കാൻ കഴിയും. അമിതമായ വാങ്ങിക്കൂട്ടുന്ന ഈ തിടുക്കം നമുക്ക് മാറ്റിവെക്കാൻ കഴിയും. സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ, പണ്ടൊക്കെ കടയിൽ പോകുമ്പോൾ ഒരാളൊക്കെ തനിച്ചാ പോകുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. ഒരു 4 വീലർ എടുത്തിട്ട് വീട്ടിലെ 4 വീലർ എല്ലാവരും കൂടിയാ പോകും. എല്ലാവരോട് ചെന്നിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ഓരോ ട്രോളി എടുക്കും. അവരവർക്ക് ആവശ്യമുള്ള സാധനങ്ങളാണോ എന്ന് നോക്കിയെടുക്കും. പക്ഷെ തിരിച്ച് എത്തുമ്പോൾ മിക്കവാറും എന്താണ്, പലരും എടുത്തിട്ടുള്ളത് ഒരേ സാധനങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 2ഉം 3ഉം ബോട്ടിലോ അല്ലെങ്കിൽ ബോക്സസോ. എന്നിട്ട് ഈ ട്രോളി തള്ളിക്കൊണ്ടുവരുന്നത് കണ്ടാൽ, ഇങ്ങനെ മല പോലെ സാധനങ്ങളും ഒക്കെ ആയിട്ട് ട്രോളി തള്ളിക്കൊണ്ടുവരുന്നത് കണ്ടാൽ നമുക്ക് തോന്നും, എനിക്ക് തോന്നിയിട്ടുണ്ട്, നാളെ ഈ സൂപ്പർ മാർക്കറ്റ് ആരെങ്കിലും ബോംബിട്ട് നശിപ്പിച്ചു കളയൂ എന്ന ഭയത്തിലാണ് ജീവിതം. സ്റ്റോപ്പ് ഓവർ ബൈങ്, അമിതമായ ഉപഭോഗം വലിയ ദുരന്തമാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം ജോസഫ് സാമുവേൽ അച്ഛൻ പറഞ്ഞൊരു വാചകം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ലിവ് ആൻഡ് ലെറ്റ് ലീവ്. ഹൈവേയിലൊക്കെ യാത്ര ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു ബോർഡ് ഞാൻ കണ്ടിട്ടുള്ളത്. ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യാനുള്ള സൂചനയാണ്. എന്റെ വീട്ടില് ഈ കുറച്ചു നാൾ മുമ്പ് എന്റെ ഫ്രിഡ്ജ് ഒന്ന് കേടായി. ഞാൻ പറയുന്ന വളരെ പ്രായോഗികമായ ചില കാര്യങ്ങൾ. എന്റെ ഫ്രിഡ്ജ് കേടായ സമയത്ത് ടെക്നീഷ്യനെ വിളിച്ചിട്ട് പെട്ടെന്ന് കിട്ടിയില്ല. 2-3 ദിവസവും ഒക്കെ ആയി. ഒരാഴ്ചക്ക് ശേഷമാണ് ടെക്നീഷ്യൻ എത്തുന്നത്. പക്ഷെ ഞാൻ ആ ഒരാഴ്ച കൊണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഫ്രിഡ്ജ് ഇല്ലാത്ത സാഹചര്യത്തെ എങ്ങനെ ടാക്കിൾ ചെയ്യാമെന്ന് ഞാനും വീട്ടിലുള്ള എല്ലാവരും, എൻ്റെ വൈഫും ഭാര്യയും ബിന്ദുവും കൃത്യമായിട്ട് പഠിച്ചു. അതിനുള്ള ശ്രമങ്ങൾ നടത്തി. അന്നത്തേക്കുള്ളത് ആവശ്യമുള്ളത് മാത്രമേ വെക്കൂ. കാരണം ഒന്നും അത് ആ പെട്ടിക്കകത്തേക്ക് വെക്കാൻ കഴിയുന്നില്ല. വേസ്റ്റ് കുറഞ്ഞു, മാലിന്യം കുറഞ്ഞു, ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാനുള്ള ഒരു ശീലം ഉണ്ടായി. പക്ഷെ നമ്മുടെ സ്വാഭാവികമായ ജീവിതത്തിൽ അത് അങ്ങനെ തുടരാൻ കഴിയുമോ എന്നുള്ളത് ഒരു വെല്ലുവിളി തന്നെയാണ്. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, നമുക്കിതങ്ങ് തുടർന്നാലോ എന്ന് ചോദിച്ചു. പക്ഷേ സമ്മതിക്കുമോ? നമ്മൾ ആരെങ്കിലും സമ്മതിക്കും? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യത്തിന്റെ ഹിതം തൃപ്തമായ ജീവിതം, തൃപ്തിയോടെയുള്ള ജീവിതം എന്നുള്ളതാണ്. ആർത്തിക്ക് ബദൽ ആവശ്യത്തിന് മാത്രം ആഹരിക്കുക, ശേഖരിക്കുക. എന്താണ് ഇക്കാര്യത്തിൽ ദൈവഹിതം എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ശിഷ്യന്മാരെ നിയോഗിച്ച് ദൗത്യ നിയോഗത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ
അവിടെ പറയുന്ന ഒരു വാചകമുണ്ട്, നിങ്ങളുടെ മുമ്പിൽ വിളമ്പുന്നത് മാത്രം ഭക്ഷിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. വിളമ്പുന്നത് മാത്രം ഭക്ഷിക്കുക. ഇതാണ് ആർത്തിക്ക് ദൈവത്തിന്റെ ബദൽ. ചിക്കൻ അല കാട്ടെ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ അമേരിക്കൻ ഷോർട്ട് ഫിലിം ഉണ്ട്. കുറിച്ചു വെക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറിച്ചു വെച്ചിട്ട് നിങ്ങൾ ഫെർഡിനാൻഡ് ഡിമാഡൂറെ എന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ പേരൊന്നും നോക്കണ്ട, യൂട്യൂബിൽ അത് ലഭ്യമാണ്. ചിക്കന്റെ സ്പെല്ലിങ് അല ALE ആണ് സ്പെല്ലിങ്. കാർട്ടെ CART എന്ന കാർട്ടെ. ദാരിദ്ര്യത്തെ പറ്റിയും വിശപ്പിനെ പറ്റിയും നമ്മളെ ഞെട്ടിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. അതിന്റെ ക്ലൈമാക്സ് നമ്മളെ ഞെട്ടിക്കും. ഒരു വലിയ കെൻഡക്കി ചിക്കൻ പോലെയുള്ള വലിയ ചിക്കന്റെ വിഭവങ്ങൾ ഒരുക്കുന്ന ഹോട്ടലിൽ ചെറുപ്പക്കാരായ രണ്ട് പെൺകുട്ടികൾ കയറി ചിക്കൻ വിഭവം ഓർഡർ ചെയ്യുന്നു. അത് ഭക്ഷിച്ച് പൂർത്തിയാക്കാതെ വേസ്റ്റ് ബാക്കിയാക്കി തിരികെ മടങ്ങുന്നു. ആ ഹോട്ടലിൽ നിന്നും വേസ്റ്റ് കളക്ട് ചെയ്യാൻ എത്തുന്ന ഒരു ദരിദ്രനായ ചെറുപ്പക്കാരൻ ഒരു ചവിട്ടുന്ന സൈക്കിളിൽ വലിയൊരു വീപ്പയും കൊണ്ട് അവിടേക്ക് എത്തുന്നു. ആ വീപ്പയിലേക്ക് ആ ഹോട്ടലിലെ മുഴുവൻ മാലിന്യങ്ങളും ഭക്ഷണത്തിന്റെ ബാക്കി വന്നിട്ടുള്ള മാലിന്യങ്ങൾ മുഴുവൻ ശേഖരിക്കുന്നതിനിടയിൽ അല്പം ഇറച്ചിയൊക്കെ മാംസമൊക്കെ ബാക്കിയായിട്ടുള്ള ചിക്കന്റെ എല്ലും കഷ്ണങ്ങൾ അദ്ദേഹം വേറൊരു കവറിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് പ്രത്യേകം. അതിനുശേഷം ഈ സൈക്കിൾ ചവിട്ടി ഈ വീപ്പയുമായിട്ട് ഒരു ചേരി പ്രദേശത്തേക്ക് ചെല്ലുന്നു. ആ ചേരി പ്രദേശത്തേക്ക് ഈ വീപ്പ എത്താനായിട്ട് കാത്തു നിൽക്കുകയാണ് ആ ചേരിയിലെ കുഞ്ഞുങ്ങൾ. പ്രിയമുള്ളവരെ, ഈ ചിത്രം ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്ത സമയത്ത് യഥാർത്ഥത്തിലുള്ള വിഷ്വലുകളാണ് ഈ ചേരി പ്രദേശത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ആ കുഞ്ഞുങ്ങൾ യഥാർത്ഥത്തിൽ അങ്ങനെ ആ മാലിന്യ വീപ്പ വരാനായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. അതിനുശേഷം അവരുടെ കണ്ണുകളിലെ ആഹ്ലാദം കാണണം, നമുക്ക് ചങ്കു പറഞ്ഞു പോകും. എന്നിട്ട് ആ വീപ്പയിലേക്ക് അവരിങ്ങനെ ഊളിയിട്ട് നൂഡിൽസിന്റെ അവശിഷ്ടങ്ങളുമൊക്കെ കടിച്ചെടുത്ത് ഉയർന്നു വരുമ്പം അവരുടെ മുഖത്തെ സന്തോഷം ഭയങ്കരമാണ്. പക്ഷെ നമുക്ക് നെഞ്ചുപിടയും. അതിനുശേഷം ആ കുഞ്ഞുങ്ങൾക്ക് ആ വീപ്പയിലെ മാലിന്യം അല്ലെങ്കിൽ ബാക്കിയായ ഭക്ഷണത്തിന്റെ വേസ്റ്റ് നൽകിയിട്ട് ഇദ്ദേഹം വീട്ടിലേക്ക് വന്ന് കതകിന് മുട്ടുന്നു. അപ്പന്റെ വരവ് കാത്തു നിൽക്കുകയാണ് ഭാര്യയും 2 മക്കളും കൊച്ചുകുട്ടികളും. കഥ തുറന്ന് അകത്ത് വരുമ്പോൾ ഭക്ഷണമേശയിൽ പാത്രങ്ങൾ നിരത്തുന്നു. താൻ മാറ്റിവെച്ച മെച്ചപ്പെട്ട മാംസം അല്പമെങ്കിലും ഉള്ള ചിക്കൻ കഷ്ണങ്ങൾ അല്ലെങ്കിൽ ചിക്കന്റെ പീസുകൾ അത് ബാക്കിയുള്ളവർ കടിച്ച് അവശേഷിപ്പിച്ചതാണെങ്കിലും അത് ഓരോരുത്തരെയും പാത്രങ്ങളിലേക്ക് വെക്കുന്നു. കുഞ്ഞുങ്ങളുടെ കണ്ണിലെ തിളക്കം ഭയങ്കരമാണ്. അതിനുശേഷം ആർത്തിയോടെ ഒരു കുട്ടി അതിലൊന്നെടുത്ത് അവന്റെ പാത്രത്തിലെ ആ ഒരു വേസ്റ്റ് ചിക്കൻ കാല് മറ്റുള്ളവർ ഭക്ഷിച്ച് അവശേഷിപ്പിച്ച ചിക്കൻ പീസ് എടുത്ത് കഴിക്കാനായുമ്പോൾ അപ്പൻ, ആ ചെറുപ്പക്കാരൻ, പിതാവ് കയ്യിൽ തട്ടുന്നു, തടഞ്ഞുകൊണ്ട് ശാസിച്ചുകൊണ്ട്. എന്നിട്ട് കണ്ണടച്ച് കുരിശു വരച്ചിട്ട് കഴിക്കാൻ പറയുന്നു. കുരിശു വരയ്ക്കും, അതിനുശേഷം കഴിക്കും. ആ അവസാന ദൃശ്യം നമുക്കൊരിക്കലും മറക്കാൻ കഴിയും. ഞെട്ടിക്കുന്ന ഒരു ക്ലൈമാക്സ് അത്. പ്രിയമുള്ളവരെ, പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഭക്ഷണം പാഴാക്കുന്നതിനെ പറ്റി ഇങ്ങനെയാ പറയുന്നത്: ഭക്ഷണം പാഴാക്കുന്നത് മോഷണം തന്നെയാണ്. അത് ഏറ്റവും വലിയ പാതകമായി മാറുന്നത് ഭൂമിയിലെ ഏറ്റവും ദരിദ്രരായ മനുഷ്യരിൽ നിന്ന് ആയതുകൊണ്ട് ആ മോഷണം പിന്നെയും ഹീനമായി മാറുന്നതാണ്. നമുക്കൊരു മിഡിൽ പാത്ത് സ്വീകരിക്കാൻ കഴിയുമോ നമ്മുടെ ജീവിതത്തിന്റെ ആഡംബരങ്ങൾ, ആർത്തിക്ക്? വിർച്യൂ സ്റ്റാൻഡ്സ് ഇൻ ദ മിഡിൽ എന്ന് പറയുന്ന അരിസ്റ്റോട്ടിൽ മുമ്പോട്ട് വെച്ചൊരു ഫിലോസഫി. അരിസ്റ്റോട്ടിൽ മാത്രമല്ല, അതിനെ പിന്നീട് പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വിർച്യൂ സ്റ്റാൻഡ്സ് ഇൻ ദ മിഡിൽ, നന്മ മധ്യത്തിലാണ്. ഇക്കാറസ് എന്ന് പറയുന്ന ഒരു യവന കഥാപാത്രമുണ്ട്. ആ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഇക്കാറസിന്റെ പ്രത്യേകത, അവന് മെഴുകുകൊണ്ടുള്ള ചിറകുകളാണ്. പക്ഷെ അവനോടൊരു കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്: നീ പറക്കുമ്പോൾ ഒത്തിരി ഉയരത്തിലേക്കും പോകരുത്, ഒത്തിരി താഴ്ന്നും പറക്കരുത്. പക്ഷെ ഇക്കാറസ് ഇത് മറന്നുപോയി. അവൻ വളരെ ഉയർന്നു പറന്നു. സൂര്യന്റെ ചൂടേറ്റ് മെഴുക് ചിറകുകൾ ഉരുകിപ്പോയി അവൻ താഴെ വീണു. വിർച്യൂ സ്റ്റാൻഡ്സ് ഇൻ ദ മിഡിൽ പാത്ത് എന്ന് പറയുന്ന ഒരു ജീവിത രീതി അല്ലെങ്കിൽ ഒരു വിശ്വാസധാര, മതധാര തന്നെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. പലരും ഉപയോഗിച്ചിട്ടുണ്ട്. മധ്യമാർഗം എന്ന ആശയം ബുദ്ധനും പങ്കുവച്ചിട്ടുണ്ട്. പുതിയ കാലത്ത് ടു അവോയ്ഡ് ബോത്ത് എക്സസ് ആൻഡ് ഡെഫിഷ്യൻസി, അമിതമായിട്ടുമല്ല അല്ലെങ്കിൽ പരിമിതിയായിട്ടുമല്ല, ദാരിദ്ര്യവുമല്ല, ഇതിനിടയിലൊരു
മിഡിൽ പാത്ത്, മധ്യമാർഗം ജീവിതത്തിൽ കണ്ടെത്താനുള്ള സാധ്യതയാണ് സുജീവനം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അതാണ് ദൈവത്തിന്റെ ഹിതം. ടെക്സൺ ഗാർബേജ് പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. ടെക്സൺ ഗാർബേജ് പ്രോജക്റ്റ്. ഡോക്ടർ വില്യം റാത്കെ എന്ന് പറയുന്ന ഒരാളാണ് അത് രൂപപ്പെടുത്തിയത്. ടെക്സൺ ഗാർബേജ് പ്രോജക്റ്റ്. ഡോക്ടർ വില്യം റാത്കെ. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാം ഡീറ്റെയിൽസ്. ആ ആശയം എന്താണെന്ന് അറിയാമോ? ഒരു ദേശത്തിന്റെ ഗാർബേജിന്റെ ഘടന പരിശോധിച്ചാൽ നമുക്ക് ആ ദേശത്തെ കൃത്യമായി അടയാളപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. ഒരു രാജ്യത്തെ മാലിന്യ കൂമ്പാരത്തിന്റെ ഘടന നമ്മൾ പരിശോധിച്ചാൽ ആ ദേശത്തെ ഭക്ഷണ രീതി, വസ്ത്രരീതി, സാമ്പത്തിക സാംസ്കാരിക പശ്ചാത്തലം, എന്തിന് രാഷ്ട്രീയ പശ്ചാത്തലവും സാഹചര്യവും വരെ പഠിക്കാൻ കഴിയും എന്നാണ്. ഇപ്പൊ നമുക്ക് സാറേ ഒന്ന് ഓണാക്കണേ. സാറിന്റെ ഒന്നിടൊന്ന് ഈ ടക്സൺ ഗാർബേജ് പ്രോജക്റ്റ് എന്ന് പറയുന്ന ആശയത്തിൽ ഡോക്ടർ വില്യം റാത്കെ പറയുന്നത് ഒരു ദേശത്തിന്റെ ഗാർബേജ് അഥവാ മാലിന്യങ്ങളുടെ ഘടന പരിശോധിച്ചാൽ ആ ദേശത്തെ ഭക്ഷണശീലം, വസ്ത്രരീതി, സാമ്പത്തിക സാംസ്കാരിക പശ്ചാത്തലം, രാഷ്ട്രീയം, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ്. ഇപ്പൊ നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞു, ഇവിടെ ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിയും. അപ്പൊ ചില മാലിന്യങ്ങൾ ഉണ്ടാകില്ല, ചില കൊടിയുമൊക്കെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രാജ്യത്തിന്റെ രാഷ്ട്രീയം. വിശപ്പ് ഇപ്പോഴും ലോകത്ത് വലിയൊരു പ്രശ്നമാണ്. ഭൂമിയിൽ ഏറ്റവും കുലീനമായിട്ടുള്ള അല്ലെങ്കിൽ ലാവണ്യമുള്ള ഒരു കുശലം, നമ്മൾ ഇനി കുശലം ചോദിക്കത്തില്ല ആൾക്കാരെ കാണുമ്പോൾ, ഭൂമിയിലെ ഏറ്റവും ലാവണ്യമുള്ള കുശലം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എഴുതി കണ്ടത്: നീ വല്ലതും കഴിച്ചോ എന്ന ചോദ്യം ആണ് പ്രിയം. ഇങ്ങനൊരു ചോദ്യം ആഗ്രഹിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ എത്രയോ തവണ കേട്ട കാര്യമാണ്. ആർത്തിക്ക് ബദൽ തൃപ്തമായ ഒരു ജീവിതം, വിളമ്പിയത് ഭക്ഷിക്കുക എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ ഒരു മധ്യമാർഗം നമുക്ക് സ്വീകരിക്കാൻ കഴിയും. ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫിലിമുണ്ട്, ഹോളിവുഡ് സിനിമയാണ്. അത് നിങ്ങൾ കാണണം. ആ സിനിമ ഒത്തിരി അവാർഡുകളൊക്കെ നേടിയിട്ടുള്ള ഒരു സിനിമയാണ്. അതിലൊരു ഹോസ്പിറ്റൽ മുറിയിൽ 2 രോഗികൾ അഡ്മിറ്റ് ചെയ്യപ്പെടും. വളരെ ഗുരുതരമായ, അധിക കാലം ഇനി അവർക്ക് ജീവിതമില്ല, അത്തരത്തിൽ അവരുടെ ജീവിതത്തിന് ഇനിയുള്ള ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞത്. അതിൽ ഒരുവൻ വളരെ ദരിദ്രനായ, പരമദരിദ്രനായ ഒരാളും ഒരുവൻ വളരെ ധനികനായ ഒരാളുമാണ്. ഈ ദരിദ്രനായ മനുഷ്യന്റെ കൂടെ മുറി പങ്കിടാൻ ഈ ധനികന് ഇഷ്ടമേ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കട്ടിലിൽ ഇരിക്കുന്ന സമയത്ത് ധനികനായി രോഗി മനസ്സിലാക്കി എന്തോ എഴുതിയിട്ട് ചുരുട്ടി എറിയുന്നുണ്ട് ഈ അപ്പുറത്തെ വീട്ടിലുള്ള പരമദരിദ്രനായ മനുഷ്യൻ. അവൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഒരു കുറിപ്പെടുത്ത് വായിച്ചപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നു: എനിക്കൊരു ബർഗർ കഴിക്കണം. അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ എഴുതി, നടക്കാതെ പോയ ആഗ്രഹങ്ങൾ എഴുതി ചവറ്റുകുട്ടിലേക്ക് എറിയുകയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആഗ്രഹമാണ്. ഈ ധനികനായ മനുഷ്യൻ എത്ര ബർഗറാണ് കടിച്ച് അവശേഷിപ്പിച്ച് ഭക്ഷിച്ച് പൂർത്തിയാക്കാതെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുള്ളത്. അന്നു മുതൽ അവൻ തീരുമാനിക്കുകയാണ് അവരന്റെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒപ്പം നടക്കാൻ. അവന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനായിട്ട് ഒരു ബർഗർ വാങ്ങിച്ചു കൊടുക്കാൻ തീരുമാനിക്കും. അവൻ ആഗ്രഹിച്ച പോലെ കടൽ തീരത്ത് ഒപ്പമിരുന്ന് അസ്തമയം കാണാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഡോക്ടറുടെ അനുവാദത്തോടു കൂടി ഇവർ യാത്ര ആരംഭിക്കുകയാണ്. പക്ഷെ അധിക ദിവസം നീണ്ടു നിന്നില്ല. ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാതെ ദരിദ്രനായ രോഗി മരണപ്പെട്ടു. പക്ഷേ മറ്റേ ആൾ അവൻ അവസാനിപ്പിച്ചില്ല. അവന്റെ സുഹൃത്തിന്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരുന്നു. അത് പൂർത്തിയാക്കാനായിട്ട് ഒറ്റയ്ക്ക് അവിടങ്ങളിലേക്കൊക്കെ ഇദ്ദേഹം സഞ്ചരിക്കാൻ. ഈ സിനിമയുടെ അവസാനത്തിൽ, ക്ലൈമാക്സിൽ പറയുന്നത്, സുഹൃത്തിന്റെ ആഗ്രഹങ്ങൾ തന്റേതായി ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ സഞ്ചാരങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിന്റെ രോഗത്തിൽ അത്ഭുതകരമായ ശമനം ഉണ്ടാകുകയും ജീവിതം വീണ്ടും ദീർഘനാളുകൾ സുഖത്തോടെ സൗഖ്യത്തോടെ കഴിയാനായി എന്നുള്ളതാണ്. ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് അപരന്റെ സ്വപ്നങ്ങളെ കൂടി ഏറ്റെടുത്ത് ഒരുമിച്ച് സഞ്ചരിക്കാനാണ് പ്രിയമുള്ളവരെ. ഈ രാത്രി ഞാൻ എൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. പറഞ്ഞതൊക്കെ എത്രമാത്രം ക്ലാരിറ്റിയോടെയാണെന്നോ
എത്രമാത്രം അടുക്കും ചിട്ടയോടെയാണെന്നോ ഒന്നും എനിക്ക് അത്ര തിട്ടമില്ല. പ്രിയമുള്ളവരെ, മെച്ചപ്പെട്ട മനുഷ്യനാകാൻ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അപരന്റെ സ്വപ്നങ്ങളെ കൂടി കേൾക്കാനാണ്. ഡാനിഷ് ഫിലോസഫറായിരുന്ന സോറൻ കിർക്കഗാർഡ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, ചിന്തകനുണ്ട്. അദ്ദേഹത്തിന്റെ പ്രത്യേകത ദൈവത്തോട് സംസാരിക്കാൻ കഴിവുള്ള ആളായിരുന്നു ആ ചിന്തകൻ. ദൈവത്തോട് സംസാരിക്കാറുണ്ട്. ഒരു പ്രഭാതത്തിൽ അദ്ദേഹം നിരാശനായി. ദൈവത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആവലാതികൾ, ലാഭനഷ്ടങ്ങൾ, അദ്ദേഹത്തിന്റെ എഴുത്തിനെ പറ്റി, അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെ പറ്റി ഒക്കെ പറയാറുണ്ട്. പക്ഷെ ഒരു പ്രഭാതത്തിൽ ദൈവത്തിൽ നിന്നും യാതൊരു മറുപടിയും കിട്ടുന്നില്ല. തൊട്ടടുത്ത ദിവസം അങ്ങനെ തന്നെ. ദൈവം നിശബ്ദനാണ്. കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ പോയപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി, ഈ എന്റെ പ്രാർത്ഥന, ദൈവത്തോടുള്ള സംസാരം, എന്റെ പ്രാർത്ഥന അത്ര എഫക്റ്റീവ് അല്ല, എന്തോ പ്രശ്നമുണ്ട്. അദ്ദേഹം നിശ്ചയിച്ചു, ഇനി പ്രാർത്ഥിക്കുന്നില്ല, മൗനവ്രതത്തിലേക്ക് പോകാം, അതാ നല്ലത്, മിണ്ടണ്ട, ദൈവസന്നിധിയിൽ മിണ്ടാതിരിക്കുക, ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട്. കുറെ ദിവസം അങ്ങനെയും തുടർന്നു. പക്ഷേ യാതൊരു മാറ്റവുമില്ല. ദൈവത്തിൽ നിന്നും ഒരു മറുപടിയില്ല. കുറച്ച് കഴിഞ്ഞ്, 1 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു മാർഗം കണ്ടെത്തി. ശ്രദ്ധിക്കാൻ തുടങ്ങി, കാതോർക്കാൻ തുടങ്ങി, ലിസണിങ്. 2 ദിവസം കഴിഞ്ഞു. ആദ്യ ദിവസം, 2-ാം ദിവസം, ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒന്നും ആരോടും പറയുന്നില്ല, കേൾക്കുക എന്ന ഒറ്റ പ്രവർത്തി, കർമ്മം മാത്രം. നിശബ്ദനായിരുന്ന ദൈവം അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ചപ്പോൾ ആദ്യം പറഞ്ഞ ഇതാണ്: എടോ, ഇപ്പൊ എനിക്ക് നിന്റെ കാതോർക്കൽ കേൾക്കാനാവും, നിന്റെ പ്രാർത്ഥന കേൾക്കാനാവുന്നുണ്ടെന്നല്ല, ഇപ്പോ എനിക്ക് നിന്റെ കാതോർക്കൽ കേൾക്കാനാവുന്നു. പ്രാർത്ഥനയല്ല പ്രിയമുള്ളവർ, കാതോർക്കലാണ് ആവശ്യപ്പെടുന്നത്. അപരന്റെ സ്വപ്നങ്ങൾ കൂടി കേൾക്കാൻ നമുക്ക് കഴിയും. ഭൂമിയെ അല്പം കൂടി ഭംഗിയുള്ള ഇടമായി മാറ്റാൻ നമുക്ക് ഇങ്ങനെ കഴിയും പ്രിയമുള്ളവർ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഭേദപ്പെട്ട ഇടമായി, അല്പം കൂടി ഭംഗിയുള്ള ഇടമായി നമ്മുടെ പരിസരങ്ങളെ മാറ്റാൻ ഈ സുജീവനം കൊണ്ട് കഴിഞ്ഞാൽ ധന്യമായി. ആന്റണി ഡിമെല്ലോ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ ഒരു കഥയുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. അതൊരു കടലിനടിയിൽ ആണ്ടുപോയ ഒരു പുരാതന ക്ഷേത്ര നഗരത്തെ പറ്റിയുള്ള കഥയാണ്. ഒരിക്കൽ കുറെ നാളുകൾക്ക് മുമ്പെങ്ങോ ആ തീരത്തുണ്ടായിരുന്ന, കടലിന്റെ തീരത്തുണ്ടായിരുന്ന ഒരു പുരാതനമായ ക്ഷേത്രമുള്ള ഒരു നഗരം കടലിൽ എടുത്തു കൊണ്ടുപോയി, കടലിനടിയിലേക്ക് ആഴ്ന്നു. അതിനുശേഷം അവിടുത്തെ ഗ്രാമവാസികൾക്ക് ഒരു സങ്കല്പമുണ്ട്, വളരെ ശ്രദ്ധയോടെ ഇരുന്നാൽ തീരത്ത് കടലാഴങ്ങളിൽ നിന്ന് അമ്പലമണിയുടെ സ്വരം കേൾക്കാമെന്നൊരു സങ്കല്പമുണ്ട്. അങ്ങനെ പലരും ആ തീരത്ത് വന്നിരിക്കാറുമുണ്ട്. കേട്ടോ എന്ന് ചോദിച്ചാൽ തെളിവൊന്നുമില്ല, കേട്ടു എന്ന് ചിലർ പറയുന്നു. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഇത് അറിഞ്ഞുകൊണ്ട് ഈ മണിനാദം, അമ്പലത്തിൽ നിന്നും മുഴങ്ങുന്ന മണിനാദം കേൾക്കാനായിട്ട് കാത് കൂർപ്പിച്ച് തീരത്ത് ശ്രദ്ധാപൂർവ്വം ഇരിക്കാൻ തുടങ്ങി. തീരത്ത് പകലും രാത്രിയും ദിവസം ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ കുറെ ദിവസം ഇരുന്നിട്ട് അദ്ദേഹം നിരാശനായിട്ട് തിരികെ മടങ്ങാൻ തുടങ്ങി. ഒരു രാത്രിയിൽ തീരത്ത് മറ്റാരുമില്ല, ഈ ചെറുപ്പക്കാരൻ മാത്രം. പോകുന്നതിന് മുമ്പ് അല്പനേരം കൂടി ഇരിക്കാം കാറ്റേറ്റ് എന്ന് കരുതി ഇരുന്നപ്പോഴാണ് മണിശബ്ദത്തിന് പകരം അമ്പലമണികളുടെ ശബ്ദത്തിന് മറ്റു ചില ശബ്ദങ്ങൾ അവന്റെ കാതിലേക്ക് എത്താൻ തുടങ്ങി. കാറ്റ്, അലകൾ, കടൽക്കാക്കകൾ, മുക്കുവരുടെ വായ്ത്താരികൾ, അങ്ങനെ എത്ര മനോഹരമായ മറ്റു പല ശബ്ദങ്ങളും ഈ കടൽ തീരത്ത് ഇവന്റെ ചെവിയിലേക്ക് എത്താൻ തുടങ്ങിയപ്പോഴാണ് ഇവൻ മനസ്സിലാക്കുന്നത്, എത്ര മനോഹരമായി മുഖരിതമാണ് എന്റെ ചുറ്റുപാടുകൾ എന്ന് മനസ്സിലാക്കി. ഈ തിരിച്ചറിവുണ്ടായപ്പോൾ പതുക്കെ അതുവരെ അവൻ കേട്ടുകൊണ്ടിരുന്ന കാറ്റിന്റെയും തിരമാലകളുടെയും കടൽക്കാക്കകളുടെയും മുക്കുവരുടെ വായ്ത്താരികളുടെയും ഒക്കെ ശബ്ദം പതുക്കെ താഴ്ന്നു തുടങ്ങി. നിശബ്ദതയിൽ കടലിന്റെ അടിത്തട്ടിൽ നിന്ന് ആ സന്ധിയിൽ ശംഖുനാദം മുഴങ്ങി. പിന്നെ അമ്പലമണികളുടെ നിർത്താതെയുള്ള ശബ്ദവും. നമ്മുടെ പരിസരങ്ങളിലെ പല ശബ്ദങ്ങളിൽ നിന്ന് താനേ കണ്ടെത്താവുന്ന ഒരു അപരന്റെ സംഗീതമുള്ള പ്രിയപ്പെട്ടവരെ, സംഗീതമുണ്ട് പ്രിയപ്പെട്ടവരെ. അത് കേൾക്കുക എന്നത് തന്നെയാണ് ദൈവത്തിന്റെ നമ്മിലുള്ള ഹിതം, നമ്മിലുള്ള സ്വപ്നം. പരസ്പരം പേർത്തും പരസ്പരം ചേർത്തും ഒരുമിച്ച് നടക്കുന്നവരെ കൊണ്ട് ഈ ഭൂമി അല്പം കൂടെ ഭേദപ്പെട്ട ഇടമാകട്ടെ. പി രാമേന്ദ്രൻ എന്ന് പറഞ്ഞ കവി ഇങ്ങനെ ഒരു കവിത എഴുതിയിട്ടുണ്ട്: മറ്റുള്ളവരും നിങ്ങളുടെ ഒപ്പം മന്ദഹസിക്കട്ടെ, അവരുടെ ശബ്ദം നിങ്ങളുടേതിനും ഒത്തു മുഴങ്ങട്ടെ.
മറ്റുള്ളവരും നിങ്ങളുടെയൊപ്പം മന്ദഹസിക്കട്ടെ. അവരുടെ നോവുകൾ നിങ്ങളുടെ ഉള്ളിൽ അലിവായി പടരട്ടെ. നിങ്ങളുടെ ഉള്ളിലെ പരിഭവമെല്ലാം ഇല്ലാതാകട്ടെ. കാലത്തിന്റെ ഇരുട്ടിൽ ജീവിത വെട്ടം വിരിയട്ടെ. പി രാമേന്ദ്രന്റെ ആശംസ എന്ന് പറയുന്ന ഒരു കവിതയാണ്. മറ്റുള്ളവർക്കൊപ്പം നമ്മുടെ കൂടി ശബ്ദം മുഴങ്ങട്ടെ. നമ്മുടെ പുഞ്ചിരിക്കൊപ്പം അവർ കൂടി പുഞ്ചിരിക്കാൻ ഒരു അവസരം ഉണ്ടാകട്ടെ. കാലത്തിന്റെ ഇരുട്ടിൽ ജീവിതം കൊണ്ട് വെട്ടം വിരിയട്ടെ. അതാണ് സുജീവനം. പറഞ്ഞതെല്ലാം ഒരുമിച്ച് വീണ്ടും ഓർത്തെടുത്ത് പറയാൻ സമയമില്ലല്ലോ. ചുരുക്കി പറയാം, ഉള്ളിലെ വെളിച്ചം ഒരിക്കലും കെട്ടുപോകരുത് പ്രിയപ്പെട്ടവരെ. നമ്മൾ ആഹരിക്കുന്നത് തന്നെയാണ് നമ്മൾ എന്ന് മറന്നു പോകരുത്. അല്പം കൂടി ഭേദപ്പെട്ട മനുഷ്യരാകാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് സുജീവൻ. തൃപ്തമായ ജീവിതം, വിളമ്പിയത് ഭക്ഷിക്കുക എന്ന ക്രിസ്തു പറഞ്ഞ തൃപ്തമായ ജീവിതത്തിന് ഒരു മധ്യമാർഗം നമുക്ക് കണ്ടെത്താൻ കഴിയുമോ? അപരന്റെ സ്വപ്നങ്ങൾക്ക് കൂടി കാതോർത്ത് നമുക്ക് ഈ ഭൂമിയെ അല്പം കൂടി ഭേദപ്പെട്ട ഇടമാക്കാൻ കഴിയുമോ? പിതാവേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ആമേൻ. താങ്ക് യു.